ഡോക്ടർ നികിത. നമ്മുടെ കുട്ടികളിൽ ഇപ്പൊ കാണുന്ന വയറുവേദനയുടെ ഒരു പ്രധാന കാരണം മീസെൻട്രിക് ലിംഫാഡിനൈറ്റിസ് ആണ്. മീസെൻട്രിക് ലിംഫാഡിനൈറ്റിസ് എന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ രോഗമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മുടെ കഴുത്തിൽ കഴല വരുന്നത് പോലെ നമ്മുടെ വയറിലെ കഴല വരുന്നതിനെയാണ് മീസെൻട്രിക് ലിംഫാഡിനൈറ്റിസ് എന്ന് പറയുന്നത്. മീസെൻട്രി എന്ന് പറഞ്ഞാല് നമ്മുടെ കുടലിനെ വയറിന്റെ ഭിത്തിയോട് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ്. ഈ മീസെൻട്രിക്ക് ചുറ്റും ലിംഫ് നോഡ്സ് ഉണ്ടായിരിക്കും. ലിംഫ് നോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ പയറുമണിയുടെ അത്രേ ഉണ്ടായിരിക്കുള്ളൂ. ഈ ലിംഫ് നോഡ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ടാണ്. ഈ ലിംഫ് നോഡ്സിന് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മൾ മീസെൻട്രിക് ലിംഫാഡിനൈറ്റിസ് എന്ന് പറയുക. ജലദോഷമോ അല്ലെങ്കിൽ വല്ല വൈറൽ ഇൻഫെക്ഷന് ശേഷമൊക്കെ ആയിരിക്കും നമ്മുടെ മക്കള് വയറുവേദന പറയുക. മെയിൻ ആയിട്ട് ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് വയറുവേദന തന്നെയാണ്. പക്ഷെ വയറുവേദന പെട്ടെന്നായിരിക്കും വരിക. അതായത് നമ്മുടെ മക്കള് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്നിട്ട് പറയും വയറുവേദന എടുക്കണമെന്ന്. അത് കഴിഞ്ഞ് അവർ കുറച്ചു നേരം കെടുക്കും, പിന്നെ അത് മാറും. പിന്നെ വരെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും മക്കള് പറയും വയറുവേദന എടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. അതിനോടനുബന്ധിച്ച് തന്നെ വരുന്ന സിംറ്റംസ് ആണ് ലൂസ് മോഷൻ വരാം, വെയിറ്റ് ലോസ് വരാം, ഛർദി, ഓക്കാനം എന്നിവയും കാണാം. ഈ സിംറ്റംസ് എല്ലാം വേഴ്സൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിക്കണം.